ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവിന്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. കടന്നുവരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ ഇടയായി തീരട്ടെ. അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാമത് വചനം ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-ാമത് വചനം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവിടെ പറയുന്ന സുവിശേഷം ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണമെന്നുള്ളത്. ഇന്ന് പകൽ ആരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയോ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ അവിടുത്തെ തേജസ് നമ്മുടെ മേൽ ഉദിക്കും. ആ തേജസ്സേറിയ പൊന്മുഖം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, ആ കർത്താവിങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കയില്ല. ഓ ലോകം നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുമ്പോൾ, നിന്റെ കൂടെ നടക്കുന്നവർ നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുമ്പോൾ, നിന്റെ നാട്ടുകാർ നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുമ്പോൾ, നിന്റെ കുടുംബക്കാർ നിന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുമ്പോൾ, ഇന്ന് പകൽ ആരുടെ മുഖമാണ് ലജ്ജിക്കാതെ നിൽക്കുന്നത്? ആ കർത്താവിന്റെ പൊന്മുഖം നോക്കുന്നവർ, ആ ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽക്കാല ചിലരുടെ മുഖങ്ങളിലെ പ്രകാശങ്ങളെ വ്യത്യാസം വരുത്തുക. നിന്റെ നിരാശകളെ മാറ്റി പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നടത്തുക. ആർക്കൊക്കെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ കഴിയാം അവർക്ക് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ആ ദൈവ മഹത്വത്തെയും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെയും കാണുവാൻ സ്തേഫാനോസിന് ഭാഗ്യം ലഭിച്ചതുപോലെ എത്ര പേർക്ക് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ മനസ്സുണ്ട്, ആ ദൈവത്തിലേക്ക് തിരിയുവാൻ മനസ്സുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിലേക്ക് തിരിയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ മൂടുപടം നീങ്ങിപ്പോകുമെന്ന് പൗലോസ് എന്ന അഭിഷേകത്തെ വിളിച്ചു പറയുമ്പോൾ, ഓ ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ മൂടി നിരാശ മാറുവാൻ, നിന്റെ ഭാരത്തെ മാറ്റുവാൻ, വേദനകളെ മാറ്റുവാൻ, പ്രതിസന്ധികളെ മാറ്റുവാൻ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ, ആ ദൈവത്തിലേക്ക് തിരിയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം സർവശക്തനായി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിലേക്ക് തിരിയുവാൻ, ആ ദൈവ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ, ആകാശത്തെയും ഭൂമിയെയും അവയുള്ള സകലത്തെയും സൃഷ്ടിച്ച ആ ദൈവത്തിലേക്ക് തിരിയുവാൻ, ലോകത്തിന്റെ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട്, മനുഷ്യനെ സേവിക്കുന്നത് വിട്ട്, മനുഷ്യനെ പൂജിക്കുന്നത് വിട്ട്, മനുഷ്യന്റെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത് വിട്ട് ആ ദൈവത്തിലേക്ക് തിരിയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ഇന്ന് പകൽക്കാലം അവിടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാ. ഓ വിമല ഏതൊക്കെയോ മേഖലയില മനുഷ്യൻ ആശ്രയം വെച്ച് നീ തളർന്നിരിക്കുന്നുവോ, ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ആ ദൈവത്തിലേക്ക് തിരിയുക. എന്റെ അപ്പനോട് ഇന്ന് പകൽ എന്റെ ആവശ്യങ്ങളെ പറയുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അവിടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ എന്റെ ദൈവം, ഓ ഹല്ലേലൂയ, നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇതല്ല പകൽക്കാലത്തിനായി ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ, വിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഞങ്ങളെ ബലപ്പെടുത്തണം, പ്രബോധിപ്പിക്കും. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കാരണം ഉയർന്ന ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 15-ാമത് വചനം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്?
ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇവിടെ അഭിഷക്തന്മാരുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കാം. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. യഹൂദന്മാരിലും യവനന്മാരിലും ഒരു വലിയ കൂട്ടം അഭിഷക്തന്മാരുടെ വചനം കേട്ടിട്ട് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ദൈവം അവർ ഉപയോഗിച്ചു. അടുത്ത വാക്യം. വിശ്വസിക്കാത്ത യഹൂദന്മാരും ജാതികളുടെ മനസ്സിൽ സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. ഒരു കൂട്ടം വിശ്വസിച്ചവർ ഈ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെയും വിശ്വസിക്കാത്ത ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവർ അത് അപ്പോസ്തലന്മാർക്കെതിരെ ജനത്തെ ഇളക്കി വിടുവാനായിട്ട് ഇടയായിത്തു. എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഈ രണ്ട് കൂട്ടർ. ഇപ്പോ രണ്ട് കൂട്ടരല്ല, സഭകളിൽ 2, 3, 4 കൂട്ടരായി മാറിക്കഴിഞ്ഞു അല്ലെ. കർത്താവ് പറഞ്ഞു അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇത് യേശു കർത്താവിന്റെ കാലത്തെ തുടങ്ങിയതാണ്. ഇവിടെ ദൈവവചനം കേട്ട് ചിലരുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നപ്പോൾ, ചിലർ വിശ്വാസത്തിൽ ഉറച്ചു വന്നപ്പോൾ, ഒരു കൂട്ടർ അതിന് എതിരായി അത് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. അതിന്റെ 5-ാമത് വാക്യം. അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു ആക്രമണം കാണിച്ചപ്പോൾ, അവിടെ ഒരു കൂട്ടർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ മറ്റൊരു കൂട്ടർ അവരെ കല്ലെറിയുവാനും ഉപദ്രവിക്കുവാനും തക്കവണ്ണം തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അത് വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ അത് വിടുതലായി മാറും. ചിലർക്ക് ഇതൊരു അതിയപ്പറ്റായി തോന്നാറുണ്ട്. എല്ലാ ഇടങ്ങളിലും അതുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും പ്രസാദിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുണ്ടോ? ദൈവം തരുന്ന വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം കേൾക്കുമ്പോൾ, എഴുതപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ അതിന് വിവേചിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരപ്പെടുവാൻ ഇടയായി തീരും. അപ്പൊ അവിടെ കർത്താവിന്റെ അഭിഷക്തന്മാരുടെ വചനം കേട്ടിട്ട് ഒരു കൂട്ടർ യേശുവിൽ വിശ്വസിച്ചു, ഒരു കൂട്ടർ അവരെ കല്ലെറിയുവാൻ ഇടയായി തീർന്നു. അവർ അവിടം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. അഭിഷക്തന്മാർ അവരോട് മല്ല് പിടിക്കുവാനും പക്ഷം പിടിക്കുവാനും നിന്നില്ല. 8-ാം വാക്യം. മിസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെ കാലിന് ശക്തിയില്ലാതെ ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് അവിടെ പൗലോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നു. ഒരിക്കലും നടന്നിട്ടില്ലാത്ത ജന്മനാൽ മുടന്തനായ ഒരു മനുഷ്യൻ ലൂസ്ത്രയിൽ മറ്റുള്ളവരോടൊപ്പം ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ ജന്മന മുടന്തനായ മനുഷ്യന്റെ അകത്ത് ഒരു വിശ്വാസം വന്നു, എനിക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. ഈ അഭിഷക്തൻ പറയുന്ന വചനം ഞാൻ ഏറ്റെടുത്താൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ആ ജന്മന മുടന്തനായവൻ വിശ്വസിച്ചു. ഒരു വലിയ കൂട്ടം ജനം കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒരുവന്റെ അകത്ത് ആ വിശ്വാസം വർദ്ധിച്ചു. ആ ഒരു വ്യക്തി നിങ്ങളായി മാറിയാൽ, ആ ഒരു വ്യക്തി ഞാനായി മാറിയാൽ, ഇന്ന് പകൽ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇതുവരെ നടന്നിട്ടില്ലാത്തവനാണ്. പഴയ അതേ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന്. ഈ മനുഷ്യന് മറ്റാശ്രയമൊന്നുമില്ല.
പരസഹായം കൂടാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ മനുഷ്യന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചു. അത് അഭിഷക്തൻ വെളിപ്പാടിൽ മനസ്സിലാക്കി. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് 10-ാം വാക്യം, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. നൂറുകണക്കിന് ആളുകൾ അഭിഷക്തന്മാരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. അതിൽ ഒരുവന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചപ്പോൾ അവനെ നോക്കി പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കായെന്ന്. അവൻ കുതിച്ചെഴുന്നേറ്റ് അവൻ നടക്കുവാനായിട്ട് തുടങ്ങി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ വേണമെന്ന് എത്ര പേരാണ് വിശ്വാസത്തോടെ ആയിരിക്കുന്നുവോ, ഈ വചനം നിങ്ങളെയും ഒരു അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. ഇന്നലകൾ അസാധ്യമെന്ന് പറഞ്ഞ ഇതുവരെ സാധ്യമാകാത്ത ചില പ്രവൃത്തികളെ സാധ്യമാക്കുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഈ ദൈവവചനം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ജന്മന മുടന്തനായവനെ വിടുവിപ്പാൻ അഭിഷക്തന്മാരിലൂടെ അവരെ സഹായിച്ചെങ്കിൽ നൂറുകണക്കിന് ആളുകൾ വചനം കേട്ടതല്ല, ഒരുവന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചപ്പോൾ അവൻ കാലൂന്നി നിവർന്നു നിന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എങ്ങനെയാണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. നൂറുകണക്കിന് ആളുകൾ ദൈവവചനം കേട്ടതാണ്. പക്ഷെ അവിടെ പലവിധമാകുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ടായിരുന്നു കാണും. ഈ മനുഷ്യന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എത്ര പേരുടെ അകത്തോട്ടാണ് ഈ വചനം വ്യക്തമായി ഞങ്ങൾക്ക് അറിയാം. ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർക്ക് അറിയാം എത്ര പേരുടെ അകത്തോട്ടാണ് ഈ വചനം കേൾക്കുന്നതെന്ന്. ചിലരൊക്കെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ തലകുലുക്കി നിൽക്കുന്നവരുണ്ട്. ചിലർ കണ്ണടച്ച് ഇത് മതിയാക്ക് പാസ്റ്റർ എന്ന് പറയുന്നവരുണ്ട്. ചിലരൊക്കെ എനിക്കൊന്ന് കിടന്നാ മതി ഒന്ന് ക്ഷീണത്തോടെ ആയിരിക്കുന്നവരുണ്ട്. ചിലര് മാത്രമേ അത് ഉൾക്കൊള്ളുന്നുള്ളൂ. എത്ര പേരുടെ അകത്തോട്ട് ഇത് പോകുന്നത് ഇവിടെ നോക്കിയാൽ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ വചനം ക്രിയ ചെയ്യുവാൻ നമ്മൾ ഏൽപ്പിച്ചാൽ, യേശു കർത്താവ് പറഞ്ഞു, അതെ, ഒരുവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികിൽ വീണു, അത് പറവകൾ തിന്നുകൊണ്ടുപോയി. ചിലത് പാറസ്ഥലത്ത് വീണു, അത് പെട്ടെന്ന് മുളച്ചെങ്കിലും വേരില്ലായതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് അതേ മുള്ളിനിടയിൽ വീണു, അത് പൊടിച്ചു വന്നുവെങ്കിലും മുള്ളു അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിന്റെ ആത്മീകമർത്ഥം കർത്താവ് തന്നെ വിവരിക്കുകയാണ്. ചിലത് നല്ല നിലത്ത് വീണു. ആ നല്ല നിലത്ത് വീണത് പോലും എല്ലാം 100 മേനി ഫലം കൊടുത്തില്ല. ചിലത് 30 മേനിയെ കൊടുത്തുള്ളൂ, ചിലത് 60 മേനി കൊടുത്തു, ചിലത് മാത്രമേ 100 മേനി. ദൈവം ആഗ്രഹിക്കുന്നത് ഈ വചനം നമ്മുടെ അകത്ത് 100 മേനി ഫലം നൽകണമെന്ന്. ഹല്ലേലൂയ. ദൈവം തരുന്നൊരു വചനം, ആ വചനം അതേ പ്രസംഗിക്കുമ്പോൾ ഇതൊന്നും എന്റെ സ്വന്തം ബുദ്ധിക്കോ എന്റെ സ്വന്തം അതേ കഴിവിലോ ആശ്രയം വെച്ചല്ല. ദൈവം ഒരു വചനം ഇടപെട്ടാൽ അതാണ് നിങ്ങളോട് സംസാരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച അതേ വൈകുന്നേരം കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് പോകണം. വേറെ ആരും പ്രസംഗിക്കാനുമില്ല. ഞാനിവിടെ നിന്ന് പരസ്യയോഗത്തിന് പോകാൻ വാഹനത്തിൽ കയറുമ്പോഴും എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് എന്ത് പ്രസംഗിക്കണമെന്ന് ഇതുവരെ ദൈവം എന്നോട് സംസാരിച്ചില്ല. എന്ത് പ്രസംഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാ ഞായറാഴ്ച എൻ്റെ പ്രസംഗം കേൾക്കുന്ന വിശ്വാസികളുടെ വീട്ടിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. സഹകരിക്കുന്ന ഏറെക്കുറെ വിശ്വാസികളാണ്. രാവിലെ ഇവിടെ പ്രസംഗിച്ച വചനം അവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. വചനം ദൈവം തന്നെങ്കിലേ ഉള്ളൂ. അവിടെ ചെന്ന് ഞാൻ അല്പസമയം പരസ്യമെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് അല്പസമയം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഇവർ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് എനിക്ക് വചനം തന്നുകൊണ്ടേയിരുന്നു. ഞാൻ അതെല്ലാം അവിടെ വെച്ച് അതേ നോട്ട് ചെയ്യുവാനിടയായി. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ദൈവം തരുന്ന വചനം ആരുടെയൊക്കെയോ വിടുതൽ. ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ വീട്ടിലെ സഹോദരി പറഞ്ഞു, ഇത് എനിക്കുള്ള വചനമായിരുന്നു ഇന്നത്തെ. ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ധാരാളം പേരുണ്ട്.
പക്ഷെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചു. ഇത് എനിക്കുള്ള വചനമാണ്, എന്റെ വിടുതലിന്റെ വചനമാണെന്ന് ആ വ്യക്തി ഏറ്റെടുത്തപ്പോൾ അവന്റെ ജന്മനാലുള്ള മുടന്ത് മാറിയെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഈ ജീവനുള്ള വചനം ആരൊക്കെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു, അത് നിന്റെ ഇന്നലകളിലുള്ള മുടന്ത് മാറ്റുവാൻ, ആത്മീകമായി ഒരു പടി കൂടെ വളരുവാൻ, ആത്മീകമായി അഭിവൃദ്ധിയിലേക്ക് വരുവാൻ ഇതുവരെ നീ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് കുതിച്ചെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിന് ശക്തിയുണ്ട്. നിന്നെ ഓർമ്മിക്ക ചില മണ്ഡലങ്ങളിൽ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. നിന്നെ ഓർമ്മിക്കൊള്ളുന്ന നിന്നെ ഓർമ്മിക്കിയ മണ്ഡലങ്ങളിൽ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമത്രേ ഇത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് ഇടപെടട്ടെ. ഹല്ലേലൂയ. 12ാമത് വാക്യം, 11ാം വാക്യം മുതൽ വായിക്കാം. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവിടുത്തെ യഹൂദന്മാരെല്ലാം കല്ലെറിഞ്ഞവരാണ്, അതുകൊണ്ട് ആട്ടിപ്പായിച്ചവരാണ്. അവരോട് മത്സരിക്കാൻ നിൽക്കാതെ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. ഇവിടെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ, അവിടുത്തെ ഇന്ദ്രക്ഷേത്രത്തിലെ പൂജാരിമാർ പറയുകയാണ്, മനുഷ്യർ ദേവന്മാർ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരിക്കും. അടുത്ത വാക്യം, ബർന്നബാസിനെ ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു. അവരുടെ ദേവന്മാരുടെ പേരിൽ പൗലോസിനെയും ബർന്നബാസിനെയും സംബോധന ചെയ്യുക. അടുത്ത വാക്യം, പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ദേവന്മാരുടെ മുമ്പിൽ യാഗം കഴിച്ച, ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കേണ്ടുന്ന കാളകളെയും പൂമാലകളെയും കൊണ്ടുവന്ന പൗലോസിന്റെയും ബർന്നബാസിന്റെയും മുമ്പിൽ പട്ടണത്തിൽ യാഗം കഴിക്കുവാൻ അവിടുത്തെ പൂജാരിമാർ തയ്യാറായി. ഒരു ഭാഗത്ത് കല്ലെറിയുവാൻ നിൽക്കുന്ന ഒരു കൂട്ടം, ഒരു ഭാഗത്ത് വിശ്വസിച്ച ഒരു കൂട്ടം. അതെ, നൂറുകണക്കിന് ആളുകൾ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നതിൽ ജന്മനാ മുടന്തനായ ഒരുവന്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതുകൊണ്ട് അത് ദേവന്മാർ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുക്കൽ യാഗം കഴിക്കുവാൻ കാളകളെയും പൂമാലകളുമായി ഇന്ദ്രക്ഷേത്രത്തിലെ പൂജാരിമാർ വരികയാണ്. അടുത്ത വാക്യം, ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്. അവർ ഞങ്ങളുടെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കാൻ പറയാനല്ല അവർ ഓടിയത്, പിന്നെയോ അവർ വസ്ത്രം കീറി വേദനയോടെ നിലവിളിച്ചുകൊണ്ട് ഓടുക. അടുത്ത വാക്യം, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ, നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശം ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അവിടെ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ മുമ്പിൽ ഈ യാഗങ്ങൾ കഴിക്കുവാൻ ഞങ്ങൾ ദേവന്മാരല്ല, നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇന്ന് പകൽ ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ആശ്രയം മനുഷ്യരിൽ വച്ചിരിക്കുന്നുവോ, പാസ്റ്റർമാരിലാണോ വച്ചിരിക്കുന്നത്, പ്രാർത്ഥനക്കാരിലാണോ വച്ചിരിക്കുന്നത്? അത് വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവർത്തികളുടെ ദൈവമാണ്. നമ്മുടെ അതെ, ആ ലൂസ്ത്ര പട്ടണത്തിൽ അതുവരെ നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിന്നപ്പോൾ അവിടെയുള്ള സകല മനുഷ്യരും ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവർ വരെ അവരുടെ മുമ്പിൽ യാഗം കഴിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ചു. ഈ ദൈവം നമുക്ക് എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു. നമുക്ക് ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മനസ്സുണ്ടോ? ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ
ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം. മനുഷ്യരെ പുകഴ്ത്തുന്നവരായിട്ടല്ല, മുഖസ്തുതി പറയുന്നവരായിട്ട് നമ്മൾ മാറരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം 25-26 വാക്യങ്ങൾ. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇവിടെ കൊർന്നല്യോസ് എന്ന ദൈവഭക്തനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവൻ ശതാധിപനാണ്, 100 പട്ടാളക്കാരുടെ അധിപനാണ്. അവൻ തന്നെ പറയുന്നു, ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു, വരുവാൻ പറഞ്ഞാൽ വരുന്നു. അവന്റെ കീഴിൽ പടയാളികളോട് അവനെ ശുശ്രൂഷിപ്പാൻ. പക്ഷേ അവൻ ഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ. പകൽ 9-ാം മണി നേരത്ത് അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി വന്നു. അവനോട് പറയുകയാണ്, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയൊക്കെ കൊള്ളാം, നിന്റെ ധർമ്മവും പ്രാർത്ഥനയൊക്കെ ദൈവസന്നിധിയിൽ എത്തി. പക്ഷെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ വന്നു. പക്ഷെ നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ ഈ പ്രാർത്ഥന കൊണ്ട് പോരാ, നീ ദൈവ കൽപ്പന അനുസരിക്കണം. കൊർന്നല്യോസിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി, അവന്റെ ധർമ്മവും സ്വർഗത്തിലെത്തി. കൊർന്നല്യോസ് സ്വർഗത്തിലെത്തണമെങ്കിൽ ഇതൊന്നും പോരാ, പിന്നെയോ അവൻ ദൈവവചനം അനുസരിക്കണം. വ്യവസ്ഥാപിതമായി ദൈവവചനം അനുസരിക്കണം. എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ പകരപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കൽപ്പന അനുസരിക്കുന്ന ഒരു ദൈവവേദനു വേണ്ടി മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ഇപ്പോ കർത്താവ് പറയുകയാ, നീ യോപ്പയിലേക്ക് ആളയച്ച തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ നീ വരുത്തുക. അങ്ങനെ പടയാളികൾ 2 പേരെ പത്രോസിനെ വിളിക്കാൻ അയച്ചിട്ട് കൊർന്നല്യോസ് തന്റെ ചാർച്ചക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടി തന്റെ ഭവനത്തിൽ നിറച്ചിപ്പോ ആളാണ്. പത്രോസ് കടന്നു വന്നപ്പോൾ അത് കൊർന്നല്യോസ് സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ നാം മറ്റുള്ളവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി മാറണം. മനുഷ്യന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കരുത്. ദൈവത്താൽ നമ്മൾ പുകഴ്ച ലഭിക്കണം. ദൈവം ഒരുവനെ ഉയർത്തിയാൽ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഒരു മനുഷ്യനെ തകർക്കാൻ കഴിയുകയില്ല. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിപ്പാൻ ഇടയായി തീരും. ഇപ്പൊ കൊർന്നല്യോസിനോട് പത്രോസ് പറയുന്നു, ഞാനും നിനക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത് വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഇവിടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം ആകാശം അടയപ്പെട്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ദേശത്ത് ചിലത് നടക്കും. ദേശത്ത് നടക്കണം നടക്കണ്ടായി തീരുമാനിക്കുന്നത് ആ ദേശത്തിലെ അഭിഷക്തരായ നമ്മളാണ്. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് എന്ത് നടക്കണമെന്ന് നിങ്ങൾ കൽപ്പിച്ചാൽ മതി, അത് ദേശത്ത് സംഭവിക്കും. അതിനായിട്ടാണ് കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 21-ാമത് വാക്യം വായിക്കുമ്പോൾ, 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 21-ാമത് വാക്യം. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവിടെ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാത്ത മിഥ്യാമൂർത്തികളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ചേരരുത്.
അവ മിഥ്യാമൂർത്തികൾ എന്ന് പറഞ്ഞാല് സങ്കല്പങ്ങളിലുള്ള മൂർത്തികളാണ് അല്ലേ? നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? പണ്ടൊരു രാജാവ് ജീവിച്ചിരുന്നു, പണ്ടൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. പക്ഷെ സത്യവേദ പുസ്തകത്തിൽ അങ്ങനെ പ്രയോഗങ്ങളില്ല. പിന്നെയോ വ്യക്തമായും പക്ഷമായും വ്യക്തിപരമായി ദൈവം സംസാരിക്കും. യേശു കർത്താവ് ഒരു ധനവാന്റെയും ലാസറിന്റെയും പേര് പറഞ്ഞു. ധനവാന്റെ പേര് പറഞ്ഞില്ല. ധനവാന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ കർത്താവിന് അന്ന് തന്നെ ഇവിടുന്ന് ലോകം വിട്ടു പോകേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടായിരിക്കും പറയാത്തത്. അവന്റെ പടിപ്പുരയിൽ കിടക്കുന്ന ലാസറിന്റെ പേര് പറയുമ്പോൾ ആ ധനവാൻ ആരെന്നാ ലേസറിലുള്ള ആളുകൾക്ക് അറിയാം. ഇന്ന് പകൽ കർത്താവ് പറയുന്നെല്ലാം സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടുമാണ്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇന്ദ്രക്ഷേത്രത്തിലെ പൂജാരിമാരോട് പറയുന്നു, നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ചേരണം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം. ഈ വ്യർത്ഥകാര്യങ്ങളെല്ലാം ഉപേക്ഷിപ്പാൻ തയ്യാറാകണമെന്ന് അഭിഷക്തന്മാർ ഓർപ്പിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 22-ാമത് വചനം വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം 14-ാം അധ്യായം 22-ാമത് വചനം, ജാതികളുടെ മിഥ്യാമൂർത്തികൾ മഴ പെയ്യ്ക്കുന്നവരുണ്ടോ? ജാതികളുടെ മിഥ്യാമൂർത്തികൾ മഴ പെയ്യ്ക്കുന്നവരുണ്ടോ? അല്ല, ആകാശമോ വർഷം നൽകുന്നത് ഞങ്ങളുടെ ദൈവമായ യഹോവേ, അത് നീ തന്നെ അല്ലയോ? ദൈവമാണ് മഴ പെയ്യ്ക്കുന്നത്. ജാതികളുടെ മിഥ്യാമൂർത്തികൾക്ക് മഴ പെയ്യ്ക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ, ആ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് കൊണ്ട് നിങ്ങൾ മിഥ്യാമൂർത്തികളിലേക്ക് തിരിയരുത്. ജാതികളുടെ മിഥ്യാമൂർത്തികൾക്ക് മഴ പെയ്യ്ക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. 1976 തോന്നുന്നു, ഭയങ്കരമായ വരൾച്ച, ഒരു സാഹചര്യത്തിൽ മഴയില്ലാത്തൊരു വർഷമുണ്ടായി. ഞാൻ കുറ്റപ്പള്ളിയിൽ നിന്ന് നടന്നാണ് 5 കിലോമീറ്റർ നടന്നാണ് കാട്ടാക്കട ഹൈസ്കൂളിൽ പഠിച്ചത്. ആ ഏലായി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വയലിന്റെ ഒരു വലിയ തോട്ടിന്റെ വരമ്പിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ആ നടന്നു പോകുന്ന വരമ്പിലെല്ലാം കുഴിവെട്ടി പൊങ്കാലയിടുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പ്രത്യേകത? മഴ പെയ്യിക്കാൻ വേണ്ടി പൊങ്കാലയിടുകയാണ്. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു, ആ ജാതികളുടെ മിഥ്യാമൂർത്തികൾക്ക് മഴ പെയ്യിക്കാൻ കഴിയില്ല. ജീവനുള്ള ദൈവത്തിന് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുവാൻ അധികാരമുള്ളവനാണ്. അതിന്റെ താക്കോൽ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്ന ദൈവം ആരാണ്? നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം ആകാശം അടയപ്പെട്ടു, മഴ പെയ്യാതെ ആകാശം അടയപ്പെട്ടുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വാക്കിന്റെ മുമ്പിൽ അതേ അന്തരീക്ഷത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമ്മൾ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ. ഒരിക്കൽ അത് മോശയ്ക്ക് ശേഷം ഇസ്രായേലിൽ നടത്തിയ യോശുവ സൂര്യനോട് പറഞ്ഞു, സൂര്യ, ഞങ്ങൾ യുദ്ധം ചെയ്ത് ഈ പട്ടണം പിടിച്ചടക്കുന്നത് വരെ നീ ചലിക്കരുത്. സൂര്യൻ അനങ്ങാതെ നിന്നുവെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ലോക ചരിത്രത്തിൽ സൂര്യന് നിർത്താൻ കഴിയുന്ന ഒരു മനുഷ്യന് ദൈവം അധികാരം കൊടുത്തെങ്കിൽ എന്റെയും നിങ്ങളുടെയും നാവിനുള്ള അധികാരം എത്ര വലുതാണ്. നമ്മളൊന്ന് കൽപ്പിച്ചാൽ ദേശത്ത് ചിലത് സംഭവിക്കും. അതിനൊരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോസ്തലരുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യം, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർദ്ധിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനം അനുസരിച്ച്
ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വരുന്നവർക്ക് ഒരുപാട് ഇളവുകൾ അപ്പോസ്തലൻ പ്രഖ്യാപിക്കുക. പഴയ നിയമം കാലഘട്ടത്തിൽ കണ്ണിന് പകരം കണ്ണ്, അത് ചെവിക്ക് പകരം ചെവി, ഒരുപാട് പ്രസ്താവിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അത് ദൈവം വിളിച്ചു വേർതിരിച്ച തന്റെ സ്വന്തം ജനത്തിന്. ജാതികൾ ദൈവത്തിലേക്ക് വരുന്നവർക്ക് അത് ഒരുപാട് ഇളവുകൾ അഭിഷക്തൻ അഭിപ്രായപ്പെടുക. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 26:18, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. നമ്മെ ഓരോരുത്തരെയും ദേശത്തിലേക്ക് അയക്കുന്നത് സാത്താന്റെ പിടിയിലായിരിക്കുന്ന ചിലരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ലൂസ്ത്രയിലെ ഒരു മുടന്തൻ എഴുന്നേറ്റപ്പോൾ അവിടുത്തെ പൂജാരിമാരെല്ലാം ദൈവത്തിങ്കിലേക്ക് വന്നെങ്കിൽ നമ്മുടെയൊക്കെ വീടുകൾ നടന്ന അത്ഭുതങ്ങള് പുറം ലോകം അറിഞ്ഞാൽ എത്ര പേർ ദൈവത്തിങ്കിലേക്ക് വരുമായിരുന്നു? നമ്മളെല്ലാം പുറപ്പെടേണ്ട സമയം കഴിഞ്ഞു. നമ്മളെല്ലാം പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 1:16, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുന്നത്, അതെ, ദൈവത്തിന്റെ അരുളപ്പാട് സെഖര്യാവ് വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ ദൂതൻ സെഖര്യാവ് പറയുന്നതാണ്. അത് ഇസ്രായേലില് കർത്താവിങ്കലേക്ക് അനേക ഇസ്രായേലിനെ തിരിച്ചു വരുത്തുവാൻ. യോഹന്നാന്റെ ജനനം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൂതൻ യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് സെഖര്യാവിനോട് അറിയിക്കുക. ഇന്ന് പകൽ നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ കർത്താവിനെ അറിയാം. അത് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടുന്നത്, അടുത്ത് ഞാൻ എങ്ങനെയായി തീരണമെന്ന് ദൈവം നമ്മോട് സംസാരിക്കണം. ആ ദൈവ ശബ്ദത്തിനൊത്തവണ്ണം നമ്മൾ സ്റ്റെപ്പുകൾ വച്ചാൽ നമ്മെ ജയത്തോടെ നടത്തുവാൻ ദൈവം ശക്തനാണ്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യം വായിക്കുമ്പോൾ, ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അക്കടമേ അഭിഷക്തന്റെ പ്രസംഗം, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ പോരാ, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. നമ്മൾ ഒരിക്കൽ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്തുവെന്നല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇന്നലകൾ ദൈവം ചെയ്തുവെന്നല്ല, ഇന്നും ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ലൈവിൽ എന്റെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്ക് ഏറ്റവും വലിയ ബലം. എപ്പോഴാണോ കർത്താവ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവസനയെ സമർപ്പിച്ചു കൊടുക്കുന്നുവോ ആ സമയം കർത്താവ് ആ വിഷയങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരും. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യം, സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമര്യയിലും കൂടി കടന്നു ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിലൂടെ ജാതികൾ മാനസാന്തരത്തിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ കേട്ട സഹോദരന്മാർക്ക് മഹാ സന്തോഷമുണ്ടായി. നമ്മുടെ ആലയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ ദിവസങ്ങൾ അത് സംഭവിക്കണം. നമുക്ക് സന്തോഷിക്കാനുള്ള വക നമ്മുടെ ആലയത്തിനകത്ത് ഉണ്ടാകണം. പുറത്ത് മാത്രമല്ല, ഈ ആലയത്തിനകത്ത് കടന്നു വരുന്ന സകലരും വിടുവിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ. ഹല്ലേലൂയ.
നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ, നമ്മുടെ ദൈവത്തിന്റെ കൃപയാൽ ഏത് ഭാരമേറിയ രോഗമാണോ, അത് ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലായവർ വരെ ഇതിനകത്ത് കയറി വന്നവർ വിടുവിക്കപ്പെടാതെ മടങ്ങിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. നൂറുകണക്കിന് വയസ്സായ ശക്തികൾ ഇവിടെ നലറി ഓടിപ്പോയിട്ട് നമ്മൾ കണ്ടതല്ലേ. ദൈവത്തിന്റെ ശക്തിക്കൊന്നും കുറവ് വന്നു പോയിട്ടില്ല. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായി തീരും. ജാതികൾ ദൈവത്തിങ്കിലേക്ക് വരണം, അവർ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയാൽ അവൻ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്ത പാവിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. ഒരുവൻ ദൈവകൃപയിൽ നിന്ന് പിന്മാറിപ്പോയാൽ അവൻ ലോകത്തോടാണ് അടുക്കുന്നത്, അവൻ പിശാചിനോടാണ് അടുക്കുന്നത്. പിശാചിനോട് അവൻ അടുക്കുമ്പോൾ പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നവനാണ്. നമ്മുടെ നന്മകളെ തകർത്ത് കളയാനാണ് പിശാച് വരുന്നത്. ഒരുത്തൻ ദൈവകൃപയിൽ നിന്ന് അകലുമ്പോൾ, പിന്മാറിപ്പോകുമ്പോൾ അവനെ അവിടെ ഇട്ട് എണ്ണ പൂശാൻ നിൽക്കരുത്. അവനെ ദൈവകൃപയിലേക്ക് മടക്കി കൊണ്ടുവരണം. ദൈവസഭയിലേക്ക് മടങ്ങി വന്നാൽ അവന് വേണ്ടി ജീവൻ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ഒരുവനെ ദൈവകൃപയിലേക്ക് മടങ്ങി കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു കൈത്താങ്ങൽ അതിന് മുഖാന്തരമായി തീർന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ വചനം അതാണ്, ഒരുവൻ സത്യത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ മരണത്തിൽ നിന്ന് അവൻ രക്ഷ പ്രാപിക്കുക. ദൈവകൃപയിലായിരുന്നു ഒരുവൻ പിന്മാറിപ്പോയാൽ പിശാച് അവനെ കൊല്ലാൻ നോക്കും. നിങ്ങൾ അടുത്ത് പരിചയമുള്ള ആളുകളോട് ശ്രദ്ധിക്കേ. അവരെ ഒന്ന് വീക്ഷിച്ചാൽ ഒരിക്കൽ ശക്തമായി ദൈവകൃപയിലായിരുന്നു, ദൈവത്തുള്ള വിശ്വാസം തിന്ന് ആ വ്യക്തി അകന്നു പോയാൽ അതെ അവൻ എപ്പോഴും പറയും എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മരണം അവന്റെ പുറകെ നടക്കുക. അവനെ കൊന്നുകളയാൻ പിശാച് അവന്റെ സകല ശക്തിയും ധരിച്ച അവൻ ആരെ വിഴുങ്ങേണ്ടെന്ന് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റി നടക്കും. ദൈവകൃപയിലേക്ക് അവൻ മടങ്ങി വന്നാൽ കർത്താവ് അവനെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ എന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തില് മരിക്കേണ്ടുന്ന എത്രയോ സാഹചര്യങ്ങൾ വന്നതല്ലേ. ദൈവം നമ്മെ നിർത്തിയെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ച് ഉദ്ദേശം. ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വന്നാൽ മരണത്തിൽ നിന്ന് വിടുതൽ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. മരണത്തിന്റെ നീക്കുപോക്ക് ദൈവസന്നിധിയിലുള്ളതാണ്. അപ്പോസ്തലർ 9-ാം അധ്യായം അതിന്റെ 32 മുതൽ 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 32 മുതൽ. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. പത്രോസ് 8 വർഷമായി കിടപ്പിലായ ഐനയാസിനോട് പറയുകയാ, നീ എഴുന്നേറ്റ് നിന്റെ കിടപ്പ് വിട്ട് എഴുന്നേൽക്കണം, നീ തന്നെ നിന്റെ കിടക്ക വിരിക്കുക. 8 വർഷമായി മറ്റുള്ള ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ഐനയാസിനെ പത്രോസ് എഴുന്നേൽപ്പിക്കുക. മുമ്പിലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് നടന്നു പോകുമ്പോൾ ചന്തയിലും വഴിയരികിലും വിരിപ്പിന്റെ രോഗികളെ കൊണ്ട് കിടത്തും. പത്രോസിന് നിഴൽ തട്ടി രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ. ആ പത്രോസിലൂടെ നടക്കുന്ന വിടുതലുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവജനം പത്രോസിലൂടെ വലിയ വിടുതൽ നടക്കുന്നു എന്നറിഞ്ഞിട്ട് അടുത്ത ഭാഗം കൂടെ വായിക്കാം. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഒരു വിടുതൽ നടന്നപ്പോൾ 8 വർഷമായി
നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എഴുന്നേറ്റ് നടന്നപ്പോൾ ആ ദേശത്തിലെ സകല ജനവും യേശുവിങ്കലേക്ക് തിരിയുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തതല്ലേ, നമ്മുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ കണ്ടതല്ലേ, എന്നിട്ട് ആ ദൈവത്തിന് കൊടുക്കേണ്ടത് മഹത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുവോ? സഭായോഗം പോലും മുടക്കി പല കാര്യങ്ങളും ഓടുന്നില്ലേ? എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ കഷ്ടത മാറാതിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മടങ്ങി വരാൻ തയ്യാറായ പൗലോസ് വിളിച്ചു പറയുന്നു, ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ലോകത്തിലേക്ക് തിരിഞ്ഞാൽ ലോകത്തിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ലോകമകത്ത് കയറിയാൽ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. നീ പ്രതീക്ഷിക്കുന്ന ഒന്നും നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുകയില്ല. അപ്പൊ പത്രോസിലൂടെ ഐനയോസ് വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലുദ്ദയിലും ശാരോനിലുമുള്ള എല്ലാം അങ്ങനെയല്ലേ, എല്ലാവരും ആ കർത്താവിലേക്ക് തിരിക്കും. ഒരു വിടുതൽ നമ്മുടെ ഭവനത്തിൽ നടന്നാൽ നമ്മുടെ ഭവനത്തിലുള്ളവരും നമ്മുടെ ദേശവാസികളും ആ ദൈവത്തെ ഭയപ്പെടണം. കർത്താവിലേക്ക് തിരിയുവാൻ ഇടയായി തീരും. അപ്പോസ്തലരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം വായിക്കുമ്പോൾ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വസിക്കുന്നില്ല. ദൈവം പറയുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നീ എനിക്ക് വേണ്ടി പണിയപ്പെടുന്ന ആലയം ഏതു വിധം? നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. ആ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തുവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറാകണം. ദൈവ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകണം. കർത്താവ് പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഞാനിവിടെ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് സ്വർഗരാജ്യത്തിൽ പോയില്ലെങ്കിൽ ഈ ഓടിയതും അധ്വാനിച്ചതും വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ ലോകത്ത് പലതും വിട്ടതല്ലേ. എന്തിനാ വിട്ടത്? നമുക്കൊരു ദൈവരാജ്യം ഉണ്ടെന്ന വെളിപ്പാട്. ആ ദൈവരാജ്യത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വിട്ടത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇന്നും പലതും പുറമേ വിട്ടതേ ഉള്ളൂ, അകത്തൊന്നും വിട്ടിട്ടില്ല. അതാണ് വിടുതൽ തടസ്സം. ഹൃദയംഗമായി വിടണം. ഹൃദയത്തിൽ അതിനെ പറിച്ചു കളയണം. ഇരമ്യാ പ്രവാചകൻ പറയുന്നു, നിന്റെ കല്ലായ ഹൃദയത്തെ ഞാൻ മാറ്റി മാംസളമായ ഹൃദയം വച്ചു പിടിപ്പിച്ച എൻ പുതിയൊരു ആത്മാവിനെ ഞാൻ നിന്റെ അകത്താക്കും. നീ എന്നെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടന്നെങ്കിലേ കർത്താവിലേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. കർത്താവ് ഞാനാണ് ഏക വഴി. കർത്താവിലേക്ക് വന്നാൽ നടക്കുന്നത് കർത്താവിന്റെ വഴികളിലൂടെ, കർത്താവിനോട് ചേർന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഫിലിപ്പോസ് ഷണ്ഡനെ സ്നാനപ്പെടുത്തി രണ്ടുപേരും ഒരുമിച്ച് സ്നാനക്കുളത്തിൽ നിന്ന് കരയിൽ കയറി. പക്ഷെ കരയിൽ കയറിയപ്പോൾ ഫിലിപ്പോസിനെ കർത്താവിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. അത് അവന് സമ്മാനം കൊടുക്കാനോ കാഴ്ച കൊടുക്കാനോ ഷണ്ഡനെ ദൈവം അനുവദിച്ചില്ല. ഒരു താങ്ക്സ് പറയാൻ പോലും അവസരം കൊടുത്തു. അതാണ് ദൈവപ്രവൃത്തി. ഈ ലോക മനുഷ്യൻ നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് തക്ക സമയത്ത് കൊണ്ടുതരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. ലോകത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന്റെ കൈപ്പണികളിൽ വസിക്കുന്നില്ല. അപ്പോസ്തലർ 14:15 ഒന്നുകൂടെ വായിക്കാം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും
ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം. അവിടെ ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. നിങ്ങൾ ഇതുവരെ സേവിച്ച ദൈവങ്ങൾക്കൊന്നും ജീവനില്ലാത്തതാ. ഈ കാളകളെയും പൂമാലയും അർപ്പിച്ചത് കൊണ്ട് നിങ്ങളുടെ ദൈവം അത് കൈകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ദൈവത്തിന് കൈയുണ്ടെങ്കിലും അത് ചലിക്കാൻ കഴിയാത്തതാണ്, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്തതാണ്. പക്ഷെ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം. നമ്മൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കണം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ നാം കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ നടക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആ കൂട്ടായ്മയിൽ ചില വർഷങ്ങൾക്ക് പുറകില്, ഏകദേശം 15 വർഷങ്ങൾക്ക് പുറകിൽ നമുക്കായി ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു ജ്യോതി പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു അനുഭവം ആലയത്തിൽ പറഞ്ഞു. പണ്ട് അദ്ദേഹം സേവിച്ചിരുന്നത് ജീവനുള്ള ദൈവത്തെ ആയിരുന്നില്ല. ഓണത്തിനൊക്കെ വലിയ പ്രതിമകൾ ഉണ്ടാക്കും. ഈ ഓണാഘോഷത്തിനെ കൊണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഒരു വലിയ പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ഒന്ന് വീട്ടിനകത്തോട്ട് കയറ്റാൻ കഴിയാത്തതുകൊണ്ട് ഇറമ്പില് ഈ വീടിനോട് ചേർന്ന് ആ ഇറമ്പിൽ വെച്ചിരുന്നു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു ശക്തമായ മഴ പെയ്തു. ഇതിന്റെ പകുതി ഭാഗം ഒലിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, രാവിലെ ഞാൻ വന്ന് ചോദിച്ചു, എന്തുവാ മഴ പെയ്തപ്പോ കയറി ഒതുങ്ങിയിരിക്കാൻ പറ്റാത്തത്? അതിന് ജീവനില്ലാത്തത് കൊണ്ട് അതിന് ഒതുങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. മഴ പെയ്തപ്പോ പകുതി ഒലിച്ചുപോയി. പൗലോസ് വിളിച്ചു പറയുന്നു, നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമല്ല, നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. ആ ജീവനുള്ള ദൈവം നമുക്ക് ആവശ്യമുള്ളത് തരുവാൻ സർവശക്തനാണ്. മത്തായി സുവിശേഷം 16:16 പത്രോസ് എന്ന ദൈവഭൃത്യൻ യേശുവിന്റെ മുഖത്ത് നോക്കി പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മറ്റു ശിഷ്യന്മാരോട് എല്ലാവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതുകൊണ്ട് മറ്റ് 11 അപ്പോസ്തലന്മാർ നോക്കി നിൽക്കെ. പിന്നെ കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ ഇത് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ പിതാവ്. അതെ, നീ എന്നോട് ചേർന്ന് പണിയുവാനുള്ള ക്രിസ്തുവാകുന്ന പാറയോട് ചേർത്ത് പണിയാനുള്ള പാറക്കഷ്ടമായി നീ രൂപാന്തരപ്പെട്ടു. അതെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശു കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ. അപ്പോസ്തലപ്രവൃത്തി 20:28 നമുക്ക് കാണാം. അപ്പൊ ആ സഭയെ തകർക്കുവാൻ ഉലകത്തിലെ ശക്തിക്ക് കഴിയുകയില്ല. കർത്താവ് പത്രോസ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. 12 അപ്പോസ്തലന്മാര് കൂടിയിരിക്കുമ്പോ ഒരുവന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്താൽ ബാക്കിയുള്ളവർ അവനെ പിന്നെ വച്ചേക്കും. ഒരിക്കൽ എലിയ പ്രവാചകൻ ഒരു ബാല്യക്കാരോട് പറയുന്നു, നീ യേഹൂവിന്റെ വീട്ടിൽ ചെന്ന് സഹോദരന്മാർ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, അവരുടെ നടുവിൽ നീ യേഹൂവിനെ നീ വിളിച്ച് പുറത്ത് കൊണ്ടുവന്ന് ഉൾമുറിയിൽ കയറ്റണം. നിന്റെ കയ്യിലുള്ള അഭിഷേകത്താൽ അവന്റെ തലയിൽ ഒഴിക്കണം. എന്താ കാര്യം? സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് യേഹൂവിനെ അഭിഷേകം ചെയ്താൽ സഹോദരന്മാർ അപ്പൊ തന്നെ അവനെ കഴുത്ത് വെട്ടും. അതാണ് നമ്മുടെ സഹോദരങ്ങൾ. ഒരുവനൊന്ന് ഉയർന്നു വന്നാൽ അവന്റെ കഴുത്ത് വെട്ടാൻ കത്തിയുമായിട്ട് നടക്കുന്നവരാണ് സഹോദരങ്ങൾ. യോസേപ്പിനെ തകർത്ത് കളയുന്നതുപോലെ ഇന്നും അതേ മോശക്കാരാരുമില്ല. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ഒരു സഹോദരങ്ങളുടെ നടുവിൽ നമ്മെ ഉയർത്തുന്നത് ജീവനുള്ള ദൈവത്തെ ഏറ്റുപറയുമ്പോൾ നമ്മൾ അറിഞ്ഞ സത്യത്തെ നമ്മൾ ഉയർത്തി പറയാൻ കഴിയണം.
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ പത്രോസ് മറ്റുള്ളവരോട് പറയുന്നത് നിർത്തി. അവന് സ്വർഗത്തിന്റെ അധികാരം കൈമാറുകയാ. അതുകൊണ്ട് 11-12 അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി 120 പേര് അഭിഷേകം വന്നെങ്കിലും പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ നേടുവാനിടയായി. ആ സ്വർഗരാജ്യത്തിന്റെ അധികാരം ഇന്ന് പകൽ എത്ര പേരാണ് ആഗ്രഹിക്കുന്നത്? ആ അധികാരം എന്റെ മേൽ പകരപ്പെടണമേ എന്ന് എത്ര പേർ ഹൃദയംഗമായി ആഗ്രഹിക്കുന്നു? നമ്മിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. മറ്റുള്ളവർ നോക്കി നിൽക്ക്, നിന്നൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ. ഓ ചില അത്ഭുതങ്ങളിൽ നടക്കട്ടെ, ആ രോഗശാന്തി വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. അലീന പൈതന്റെ കൈയുടെ അസ്ഥികൾ ഇപ്പോൾ ജോയിന്റ് ആകട്ടെ. ഓ ഹല്ലേലൂയ. ഒടിഞ്ഞത് നേരെയാക്കുന്ന ദൈവം ഇന്ന് മുതൽ രോഗശാന്തി ദൈവമക്കളെ അപ്പന ദൈവം മഹത്വം ചാലിക്കട്ടെ. ദൈവം മഹത്വം ചാലിക്കട്ടെ. ദൈവം മഹത്വം ചാലിക്കട്ടെ. ദൈവ മഹത്വം ചാലിക്കട്ടെ. ദൈവ മഹത്വം ചാലിക്കട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഓ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വം ഇന്നു മുതൽ ശക്തിയോടെ ചില രോഗികളെ സൗഖ്യമാക്കുക, ബലഹീനതകളെ മാറ്റുക, ഭാരങ്ങളെ മാറ്റുക, ബന്ധനങ്ങളെ അഴിക്കുക, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. പാരമ്പര്യത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാവരും ആരാധിച്ച്, എല്ലാവരും ആരാധിച്ച്, എഴുന്നേറ്റ് ആരാധിക്കണമോ? എഴുന്നേറ്റ് ആരാധിക്കാം. എല്ലാവർക്കും ആരാധിക്കാം. ശക്തിയോടെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവത്തിന് നന്ദി പറയാം. ഒരു ചരണപ്പാട് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ദൈവത്തിന് നന്ദി പറയാം. ആരാധന, 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 ഓ ആരാധന, 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 ഓ ആരാധന, 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 യേശുവിന് ആരാധന, 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 യേശുവിന് ആരാധന, 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 ആരാധന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന് ഹിതമില്ലാത്തതാണെങ്കിൽ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അനേക ജാതികൾ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ശാരീരികമായ ക്ലേശങ്ങളോടെ വന്നവർ സൗഖ്യത്തോടെ മടങ്ങിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. നിരാശയോടെ വന്നവർ പ്രത്യാശയോടെ മടങ്ങട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവിടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ മടക്കയാത്രയിൽ കൂടിയിരിക്കണം. വാഹനങ്ങളെ ദൈവം സംരക്ഷിക്കണം. സുരക്ഷിതമായ ഭവനങ്ങളിലെത്തി സ്വസ്ഥമായി സ്വഭവനങ്ങളിൽ വസിച്ച് പിന്നെ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും
നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. സമാധാനത്തോട് പോകാം.